സാർ, ചെന്നൈയിൽ നടന്ന മയക്കെടുതിയിൽ കേന്ദ്ര സഹായം വല്ലതും ലഭ്യമാക്കുമോ? കുറച്ച് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിൽ 3 വാർഡുകൾ പാടെ നശിച്ചു പോയി. 100 കണക്കിന് ആളുകൾ അവിടെ മരണപ്പെട്ടു പോയി. എന്നിട്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചോ നിങ്ങൾ? ഇല്ലല്ലോ. ഞാനിപ്പോൾ എവിടുന്നാണ് വരുന്നത്? ഞാനിവിടുന്ന് വരുന്ന ആട്ടുംകൂടുന്നാണ് വരുന്നത്. ഈ ആട്ടുംകൂടുന്ന് വരുമ്പോൾ ആടിനെ കുറിച്ച് സംസാരിക്കുക, ആടിൻ്റെ കാശത്തെക്കുറിച്ച് സംസാരിക്കുക, ആട്ടിറച്ചിക്ക് എന്താണ് വില, അതുമാതിരി സംസാരിക്കുക. ഇതേതാ ചാനല്? ഫേസ് മീഡിയ. ഫേസ് മീഡിയ അല്ലേ? ഫേസ് മീഡിയ മാറ്റി നിർത്തേ. ഈ ചാനലും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. നിങ്ങൾക്ക് തീറ്റയാണ് തീറ്റ. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും അപ്പം ഞാൻ എവിടുന്ന് വരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടുള്ളൂ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? ഞാൻ ആരാ? ആളവും തെരവും നോക്കി സംസാരിക്കണം. അതല്ലാതെ നിങ്ങളൊരു വടിയും കൊണ്ടിട്ട് വരിക, എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ സംസാരിക്കുക. നിങ്ങൾ ആരാ? നിങ്ങളാണ് എന്നെ പോറ്റുന്നത്? അല്ലല്ലോ. ഞാൻ എന്താവണം എന്നുള്ളതും ഞാൻ എങ്ങനെ പോകണം എന്നുള്ളതും ഞാൻ ഏതിലേക്ക് പോകണം എന്നുള്ളതും ഞാൻ തീരുമാനിക്കും. അതല്ലാതെ നിങ്ങളല്ല. നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന്, അല്ലേ? എന്നതല്ല കേട്ടോ. ആളാവാൻ വരരുത്. മാറ്റി നിർത്ത്. നിങ്ങൾക്ക് എന്താ പണി? എന്നെ സംരക്ഷിക്കാനാണ് നിങ്ങളെ കൊണ്ടിട്ടുള്ളത്. മാറ്റി നിർത്താൻ പറ. സാറിന് എന്താണ് മാധ്യമ പ്രവർത്തകരോട് ഇത്രത്തോളം ദേഷ്യം? എല്ലാ സമയത്തും ദേഷ്യത്തോടു കൂടിയാണല്ലോ സംസാരിക്കുന്നത്. അതുപോലെ ഏട്ടൻ്റെ ഒരു നമ്പറാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ, നിങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ ചെറിയ റിപ്പോർട്ടിൽ ഒരു 1/2 മിനിറ്റ് 1 മിനിറ്റിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു ആ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കും. എന്നാൽ ഞാൻ നിങ്ങളെ ദേഷ്യപ്പെട്ട് പറയുകയും അതുപോലെ തന്നെ പറയുന്നതിലെല്ലാം വിപരീതമായി ചെയ്യുമ്പോൾ അത് ഏട്ടൻ്റെ നമ്പറാണ്. ഈ ഏട്ടൻ ഇതുവരെ എത്തണമെങ്കിൽ ഇത്രയും കോമാളിത്തരങ്ങളും നമ്പറുകളും കാണിച്ചുകൊണ്ടാണ് നമ്മൾ കേരളമൊക്കെ മാറി. കാരണം എന്താ വെച്ചാൽ ആളുകളൊക്കെ ഇന്നൊരു കോമഡി രൂപത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ മാറണം. അല്ലാതെ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ വില വർധനവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കൊടുക്കേണ്ട ഡോസുകൾ കൊടുക്കുക. അത് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നിങ്ങൾ എത്ര പട്ടിയെപ്പോലെ ചെയ്തു പറഞ്ഞാലും നിങ്ങൾ എൻ്റെ കൂടെ വരും. ഞാൻ കക്കൂസ് പോകുന്നുണ്ടോ, കുളിമുറി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകുന്നു, ക്യാമറയും കൊണ്ടിൻ്റെ അടുത്തേക്ക് വരികയല്ലേ. അതാണ് ഈ ഏട്ടൻ്റെ നമ്പർ. നിങ്ങളെ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞെങ്കിലും നിങ്ങളെ ചാനലൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ. അല്ലാതെ ഏട്ടനും നിങ്ങളോട് ദേശീയ വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി ഇതങ്ങനത്തും ഇതിനകത്ത് വരണ്ട കേട്ടോ. ഇത് എന്നോട് നമ്മുടെ സുഹൃത്തായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ശരി. ഓക്കെ, ബൈ.